ഹലോ കൂട്ടുകാരെ, ഞാൻ വന്നു കേട്ടോ. ഒരു ഹോസ്പിറ്റൽ യാത്ര തന്നെയാണ്. കഴിഞ്ഞ ദിവസം കിച്ചുമോനെ കാണിച്ചപ്പോൾ കൾച്ചറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി വന്നേ കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഏട്ടനും അനിയനും കൂടെ കസേരകളിയാണ്. കുഞ്ഞി കസേര കിട്ടിയപ്പോൾ രണ്ടുപേരും കൂടെ അതിൽ കളിയാട്ടോ. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് മരുന്ന് ഒക്കെ മേടിച്ച് ക്യൂ സിസ്റ്റാട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കിച്ചുമോൻ്റെ മുടിയൊന്ന് മുറിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അത്യാവശ്യം നന്നായിട്ട് മുടിയൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ തലയിലിങ്ങനെ കുളിപ്പിക്കുമ്പോൾ കീർപ്പം വെള്ളം ഇങ്ങനെ നനവ് നിന്ന് ജലദോഷം കൂടണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് മുടി ഉറപ്പിച്ചതാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കിച്ചുമോൻ ബ്ലോഗൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നെ അവിടെ ഇരുത്താൻ സമ്മതിച്ചിട്ടില്ലേ. ഈ വശം മുടി മുറിക്കുന്ന എടുക്ക്, ആ വശം മുടി മുറിക്കുന്ന എടുക്ക്. പിന്നെ അവ സ്വന്തം വീഡിയോ എടുപ്പല്ലേ. വീട്ടിലിരുന്നിട്ട് ഓരോ കോക്കറിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമോൻ അവിടെ ഇരുന്ന് മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്ക് എന്നെ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ കിച്ചുമോൻ സുന്ദരനായി കേട്ടോ. അത് അടുത്ത് നമ്മൾ അതുമോനെ ഒന്ന് മുടി മുറിപ്പിക്കാൻ ട്രൈ ചെയ്തേ. അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നില്ല, പിന്നെ ഞാനും കൂടി ഇരുന്നു. അങ്ങനെ രണ്ട് വശവും ഒന്ന് സൈഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്തേനും മായക്കുട്ടനും തുമ്പിമോളും ടൗണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മായക്കുട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ തുമ്പിമോൾക്ക് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അവിടെ എത്തിയപ്പോൾ വണ്ടിയൊക്കെ കണ്ടപ്പോൾ ആദൂട്ടൻ അതിൽ കയറണം കേട്ടോ. പിന്നെ അതിൽ കയറ്റി ഇരുത്തിയിട്ട് ഒതുങ്ങി ഇരുന്നോളുമല്ലോ. വീട്ടിലും ഇതുപോലെ തുറന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇതിൽ തന്നെയാണ് കേട്ടോ കളി. അതുകൊണ്ടാണ് അതുപോലെ ഒരു വണ്ടി കണ്ടപ്പോൾ പെട്ടെന്ന് പിന്നെ അതിൽ കയറിയത്. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അവിടെ നിന്ന് തിരിച്ച് നേരെ വീട്ടിലോട്ട് വരികയാണ്. നമ്മൾ KSRTCയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പിള്ളേരെയും കൊണ്ടുള്ള യാത്രയൊക്കെ ഒരു ഈസിയായി മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ, ടേക്ക് കെയർ.